ഹായ്, നിങ്ങൾ മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടോ? വരൂ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലേ പാലക്കാട് മറൈൻ വേൾഡ് വന്നത്? അവിടെ മത്സ്യകന്യക മാത്രമല്ല, മത്സ്യകന്യകനും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സും പലതരം സ്റ്റാളുകളും ഫുഡ് കോർട്ട്സും അങ്ങനെ അങ്ങനെ ഒരുപാട്. എന്നാൽ പോവാം വീഡിയോയിലോട്ട്. മണ്ണാർക്കാട് നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ദൂരമുണ്ട് പാലക്കാട്ടേക്ക്. അങ്ങനെ മണ്ണാർക്കാട് സ്റ്റാൻഡും നൊട്ടമല ചുരവും എല്ലാം കഴിഞ്ഞ് പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനടുത്തെത്തി. ബസ്സിൽ വരുന്നവർക്കും സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയ ദൂരം തന്നെയുള്ളൂ ഇവിടുന്ന്. തൊട്ട് മുമ്പിൽ തന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം തന്നെയുണ്ട്. വലിയൊരു കവാടമാണ് കേട്ടോ ഇതിന്. വലിയൊരു എൻട്രൻസ്, അതായത് ഷാർക്കിൻ്റെ ഒക്കെ പോലുള്ള വലിയൊരു എൻട്രൻസ് ആണ് ഇതിനുള്ളത്. അങ്ങനെ അസും അമ്പും കൂടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നേരത്തെ ഞങ്ങൾ വന്നതുകൊണ്ടും തിരക്ക് വളരെയധികം കുറവായിരുന്നു. ഇതിൻ്റെ വലത് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നവർക്കും കാശായി കൊടുക്കുന്നതിനും വെവ്വേറെ 2-3 കൗണ്ടറുകളുണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ളവർക്കും ടിക്കറ്റ് വേണ്ട കേട്ടോ. ഇനി ഞങ്ങൾ കുറച്ച് കാര്യം കൂടി അന്വേഷിച്ചു. ഇവിടെ ടൈമിങ് ഉച്ചയ്ക്ക് 1 മണി മുതൽ 10 മണി വരെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ടൈം ലിമിറ്റ് ഒന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങാൻ മറക്കല്ലേ. അങ്ങനെ വലിയൊരു മീനിൻ്റെ വായിലൂടെ ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അല്ലുവിൻ്റെ മുഖത്ത് അമ്പരപ്പും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഇറങ്ങിച്ചെല്ലുന്നത് വലിയൊരു ഹാളിലോട്ടാണ്. എനിക്ക് തോന്നുന്നത് തിരക്ക് കൂടുമ്പോൾ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു വലിയൊരു ഹാള്. അങ്ങനെ ഞങ്ങൾ എത്തി മക്കളെ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ചൂടിൽ നിന്ന് ചെറിയൊരു മോചനം. അങ്ങനെ ആദ്യ അക്വേറിയത്തിനടുത്തെത്തി. പലതരത്തിലുള്ള മീനുകളുണ്ട്. ആദ്യമേ പറയട്ടെ, ഒരു മീനിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അല്ലു വളരെ ആവേശത്തിലാണ്. ഞങ്ങളും തൊട്ടടുത്ത അക്വേറിയത്തിലെത്തിയപ്പോൾ അതാ അവിടെ ഒരു സ്കൂബ ഡൈവേഴ്സ് നിറയെ നല്ല ചന്തമുള്ള മീനുകളുടെ കൂടെ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വെച്ച് നീന്തിത്തൊടുക്കുകയാണ് അദ്ദേഹം. നല്ല ഭംഗി, സുന്ദരം. എന്തോ ഒരു മായക്കാഴ്ച കണ്ട പോലെ അല്ലു, കൂടെ ഞങ്ങളും. ബാക്ക്ഗ്രൗണ്ടിൽ വളരെ നേർത്ത പഴയ പാട്ടുകൾ കൂടിയുണ്ട് കേട്ടോ. ഒരുപാട് അക്വേറിയങ്ങളുണ്ട് ഇവിടെ. എല്ലാം ഒന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യൂ. 1-2 അക്വേറിയങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്കൂബ ഡൈവേഴ്സ് ചെയ്യുന്ന ആളെ കണ്ടു. അയാൾ വളരെ എനർജറ്റിക്കായ ആളാണെന്ന് തോന്നുന്നു. അല്ലുവിനെ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തു. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അയാൾ ഡൈവ് ചെയ്യുന്നത്. ഓരോരോ ക്യാബിനുകളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4-5 ക്യാബിനുകളുണ്ട് ഇവിടെ. ആദ്യത്തെ ക്യാബിൻ എത്തിയതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ. പെട്ടെന്ന് കറണ്ട് പോയി. ഒന്ന് പേടിച്ചു ഞങ്ങൾ. ചൂട് കൂടി. കുറച്ച് സമയത്തിന് ശേഷം കറണ്ട് വന്നു. ഇത് നോക്കൂ, വെളുത്ത് തുടുത്ത സുന്ദരക്കുട്ടന്മാർ. എന്തു ഭംഗിയാണെന്നറിയോ. വാവ്, സൂപ്പർ. ഇനി അടുത്ത ക്യാബിനിലോട്ട്. ഒന്നും പറയാനില്ല, സുന്ദരം. ചിലതൊന്നും ഞങ്ങൾ കവർ ചെയ്യുന്നേ ഇല്ല കേട്ടോ. നേരിട്ട് വരൂ, കാണൂ. തൊട്ടടുത്ത അക്വേറിയത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ചുവപ്പും മഞ്ഞയും വെളുപ്പും. അയ്യോ, നിറയെ മീനുകൾ. സാഗരത്തിനടുത്തിട്ടിലോട്ട് വന്ന പോലെ. ഡാൻസ് വിട്ട് ഒരു പരിപാടിക്കും ഞങ്ങളില്ല മാഷേ. അല്ലുവും പപ്പയും ഒരു കുഞ്ഞു ഡാൻസും. മാക്സിമം എൻജോയ് ചെയ്യണവർ. അങ്ങനെ തുള്ളിച്ചാടി അടുത്ത ക്യാബിലെത്തിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തി. കടലിനടിയിലെ ടണൽ, നിറയെ മീനുകൾ, പല വർണ്ണത്തിൽ പല വലുപ്പത്തിൽ. ശരിക്കും ഒരു മായക്കാഴ്ച, ഒരു മായാലോകത്തെത്തിയ പോലെ. ഫാമിലി ആയിട്ട് വരണം, നിങ്ങളിത് കാണണം. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. സൂപ്പർ. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വർണ്ണ കാഴ്ച. ഇനി കുറച്ച് വലിയ മീനുകളാണ്. തലയുടെ മുകളിലൂടെ മീനൊക്കെ തുള്ളിക്കളിക്കുകയാണ്. ഇവിടെ ഒരു ആശാൻ സ്റ്റീം ബാത്താണെന്ന് തോന്നുന്നു. തിരണ്ടി മീനൊക്കെയുണ്ട്. പിന്നെ ഇവിടെ ഒരു വീഡിയോ ആക്ടിവിറ്റി ഏരിയയാണ്. ഒരാൾക്ക് 50 രൂപയാണ്. നമ്മുടെ മൊബൈലിൽ കൊടുത്താൽ അതിൽ അവർ വീഡിയോ എടുത്തു തരും. നമ്മൾ കറങ്ങുന്ന പോലുള്ള വീഡിയോ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. നമ്മൾ കറങ്ങില്ല, പകരം ക്യാമറ കറങ്ങും. ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തു. കൊള്ളാം.
ഇനിയൊരു ഫ്രീ സ്പേസാണ്. ഇവിടെ വലിയൊരു പാലസാണെന്ന് തോന്നുന്നു, പാലസിൻ്റെ ഒരു നിർമ്മിതി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പും ഉണ്ട് ഇവിടെ. ഇനിയാണ് മറൈൻ വേൾഡിൻ്റെ ശരിക്കുമുള്ള ഹൈലൈറ്റ് ഏരിയ. ഇവിടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ മെർമെയ്ഡ്സ് ഉള്ളത്. മത്സ്യകന്യകയും കന്യകനും എല്ലാം ഉണ്ട്. തുടങ്ങിയപ്പോഴുള്ള ആൾക്കാരെല്ലാം മാറിയിരിക്കുന്നു. ബാലിയിൽ നിന്നുള്ളവരാണ് മെർമെയ്ഡ്സ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ കാണുന്നൊരു മെയിൽ മെർമെയ്ഡാണ്. എന്തു ഭംഗിയാണെന്നറിയോ അവരുടെ ഓരോ ആക്ടിവിറ്റികൾ കാണാൻ. ഇടയ്ക്കൊന്ന് മുകളിൽ പോയി ശ്വാസം എടുത്ത് വന്നിട്ടാണ് അവർ നമ്മളെ രസിപ്പിക്കുന്നത്. വാവ്, ശരിക്കും ഒരു മെർമെയ്ഡ് തന്നെ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടാറ്റയും ഫ്ലൈയിങ് കിസ്സൊക്കെ തന്നു നന്നായി എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. എന്തു ഭംഗിയാലേ കാണാൻ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ മെർമെയ്ഡ് വളയത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ. അവരിടയ്ക്ക് മുകളിലൂടെ വന്ന് നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും മെർമെയ്ഡിനെ കണ്ടത്. ഒരു ടാറ്റയും ഉമ്മയൊക്കെ തന്നു. വീണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു. മറൈൻ വേൾഡിൻ്റെ കടൽ കാഴ്ചകൾ ഇതോടെ തീർന്നു. ഇനി പലതരം സ്റ്റാളുകളാണ്. ഇലക്ട്രോണിക്സിൻ്റെയും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളവയും അതുപോലെ തന്നെ ഫർണിച്ചേഴ്സിൻ്റെയും സ്റ്റാളുകളുണ്ട് ഇവിടെ. ഇതാ നോക്കൂ, എല്ലാ ബോഡി പാർട്സിൻ്റെയും മസാജ് ഉപകരണങ്ങളും ഇവിടെയുണ്ട്. പെർഫ്യൂം ഷോപ്പ്, പിന്നെ വിവിധതരം പപ്പടങ്ങൾ, പാനിപ്പൂരി, പലതരം ചെരുപ്പുകൾ, കൊതിയൂർന്ന അച്ചാറുകൾ, അങ്ങനെ ഒരുപാട്. പിന്നെ വരുന്നത് ഒരു ബാഗ് ഷോപ്പാണ് കേട്ടോ. പലതരത്തിലുള്ള ബാഗുകളുണ്ട് അവിടെ. ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പുണ്ട് അവിടെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ വരുന്നത് മിഠായി ഷോപ്പാണ്. പഴമയിലേക്കൊരു തിരിച്ചുപോക്ക് നമുക്ക് വളരെ അസാധ്യമാണ്, പക്ഷേ രുചിയിലേക്ക് പോവാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ. നോക്കി നോക്കൂ, എത്ര തരം മിഠായികളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങി കഴിച്ചിരുന്ന പലതരത്തിലുള്ള മിഠായികൾ ഞങ്ങൾ ഒരുപാട് വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ആദ്യത്തെ അത്ര രുചിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഒരു പുതുമ തന്നെയായിരുന്നു ഇത്. പിന്നെ വരുന്നത് ക്ലോത്തിൻ്റെ ഒരു സെക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ മാല, വളകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇടയ്ക്ക് ഒരു സെൽഫി പോയിൻ്റ് വരുന്നുണ്ട്. ഹായ് ഡ്രീം ക്യാച്ചർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെയും നിരവധി വൈവിധ്യമാർന്ന സ്റ്റാളുകളുണ്ട് ഇവിടെ. പിന്നെ വായന ലഹരിയാക്കിയവർക്ക് ഇവിടെ ധാരാളം ബുക്കുകളുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് നോക്കണേ. സ്റ്റാളുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടാണ്. വിശാലമായിട്ടുള്ളൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളൊരു ചക്കപ്പായസവും അതുപോലെ തന്നെ പാനിപൂരിയൊക്കെ കഴിച്ചു. അവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരു പ്ലേ ഏരിയയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണ്. ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടും തിരക്ക് കുറവായതുകൊണ്ടും എല്ലാം ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. യാത്രകൾ അടുത്തേക്കെന്നോ അകലേക്കോ എന്നൊന്നില്ല. യാത്രകൾ എപ്പോഴും മനോഹരമാവുന്നത് നമ്മുടെ കൂടെയുള്ളവർ മനോഹരമാവുമ്പോഴാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റാണ്. ഇപ്പോഴാണ് എല്ലാം ഒന്നും ആക്റ്റീവായി വരുന്നത്, കാരണം ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്നവർ വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നതെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്